ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നാം 3ാം ക്ലാസ്സിലെ മലയാളം യൂണിറ്റ് 1 കനകച്ചിലങ്ക എന്ന പാഠഭാഗത്തിലെ മാനത്തെ കാഴ്ചകൾ എന്ന ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. കടങ്കഥകളിൽ ഒളിപ്പിച്ചു വെച്ച ഉത്തരങ്ങൾ തേടുന്നത് ഇഷ്ടമായല്ലോ. പാട്ടായും പറച്ചിലായും കടങ്കഥകളുണ്ട്. ഇതൊന്ന് വായിച്ചു നോക്കൂ. മാനത്തെ കാഴ്ചകൾ. മക്കളെ, ഇവിടെ ഒരു കവിത തന്നിട്ടുണ്ട്. ഈ കവിത എഴുതിയത് പ്രഭാവർമ്മയാണ്. നീലക്കായലിളകും തിരയിൽ നീരില്ല നിലയില്ല, നീരു ചേര കായലേതെ നെത്തിരിപ്പൂവേ ഇത്തിരിപ്പൂവേ, തീരമില്ല കായലകലെ കാണുമാകാശം കാണുമാകാശം, നീലക്കായലിളകും വഞ്ചിയിലാളില്ല തുഴയില്ല, കാറ്റിലുലയും തോണിയേതൻ സിന്ദൂരപ്പൂവേ സിന്ദൂരപ്പൂവേ, വാനിലെ പൊൻതോണിയല്ലി ചന്ദ്രക്കലരൂപം ചന്ദ്രക്കലരൂപം, ദൂരക്കായലിലൊഴുകും കനലിന് തീയില്ല പുകയില്ല, ചൂട് കിട്ടാ തീക്കനലേതൻ മന്ദാരപ്പൂവേ മന്ദാരപ്പൂവേ, കൈവിളക്കു കണക്കു കത്തും സ്വർണ്ണ നക്ഷത്രം സ്വർണ്ണ നക്ഷത്രം. ഈ കവിത എഴുതിയത് പ്രഭാവർമ്മ. മക്കളെ, മാനത്തെ കാഴ്ചകൾ എന്ന കവിതയിൽ കവി കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്? നീലക്കായൽ പോലെ പരന്നു കിടക്കുകയാണ് ആകാശം. അവിടെ ഒഴുകുന്ന തിരകളാണ് മേഘങ്ങൾ. നീലക്കായലിളകും വഞ്ചി പോലെ ചന്ദ്രക്കല കാണുന്നു. ആരും സഞ്ചരിക്കാത്ത ആളില്ല വഞ്ചി. നീലക്കായലിൽ എരിയും കൈവിളക്കായി കത്തിയെരിയുന്ന സ്വർണ്ണ നിറമുള്ള നക്ഷത്രങ്ങൾ. ഇതെല്ലാമാണ് കവി കണ്ട കാഴ്ചകൾ. മക്കളെ, നീര് എന്ന് പറഞ്ഞാൽ വെള്ളമാണ്, വഞ്ചി എന്ന് പറഞ്ഞാൽ തോണി, വാനം എന്ന് പറഞ്ഞാൽ ആകാശം. മക്കളെ, ഇനി നമുക്ക് പാഠഭാഗത്തിലെ ചോദ്യം നോക്കാം. ചോദ്യം 1. തീരം കാണാത്ത കായലായിട്ടാണല്ലോ ആകാശത്തെ കവി പറയുന്നത്. കായലിനും ആകാശത്തിനും തമ്മിൽ ചേർച്ചയുണ്ടോ? എന്തു തോന്നുന്നു? ഉത്തരം നോക്കാം. കായലിനും ആകാശത്തിനും തമ്മിൽ ചേർച്ചയുണ്ട്. കായൽ നീലനിറത്തിൽ കര കാണാത്ത വിധം പരന്നു കിടക്കുകയാണ്. ആകാശവും ഇതുപോലെ നീലനിറത്തിൽ അനന്തമായി പരന്നു കിടക്കുന്നു. ചോദ്യം 2. ചന്ദ്രകല ആകാശത്തിലെ തോണിയാണ് എന്ന് പറയാൻ എന്തായിരിക്കും കാരണം? ഉത്തരം നോക്കാം. നീലക്കായൽ പോലെ പരന്നു കിടക്കുന്ന നീലാകാശത്തു കൂടി ചന്ദ്രകല നീങ്ങുന്നത് കണ്ടിട്ടാണ് ആകാശത്തിലെ തോണിയാണ് എന്ന് പറയുന്നത്. ചന്ദ്രകലയ്ക്ക് തോണിയുടെ ആകൃതിയാണ്. അടുത്ത ചോദ്യം നോക്കാം. മാനത്ത് തീയും പുകയും ചൂടുമില്ലാത്ത തീക്കനലുണ്ടത്രേ. നക്ഷത്രം. നക്ഷത്രം എന്നുത്തരം കിട്ടുന്ന മറ്റൊരു കടങ്കഥ പറയാമോ? നക്ഷത്രം ഉത്തരമായി വരുന്ന കടങ്കഥ ചോദ്യം നോക്കാം. എൻ്റെ തോട്ടത്തിലെ പൂക്കൾ എണ്ണിയിട്ടും എണ്ണിയിട്ടും തീരുന്നില്ല. രണ്ടാമത്തെ കടങ്കഥ ചോദ്യം. കാവലില്ലാത്ത കൊട്ടാരത്തിൽ കണക്കില്ലാത്ത മുത്തുകൾ. അടുത്ത ചോദ്യം നോക്കൂ. ടീച്ചർ ചില കടങ്കഥ പാട്ടുകൾ കൂടി ചൊല്ലിത്തന്നല്ലോ. അവിടെ ഉത്തരം കണ്ടെത്താനായോ? നിങ്ങളുടെ മലയാളം ടീച്ചർ നിങ്ങൾക്ക് കടങ്കഥ പാട്ടുകൾ ചൊല്ലിത്തരുമ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താനായോ ഇല്ലയോ എന്നാണ് ഇവിടെ പറയേണ്ടത്. മക്കളെ, അടുത്ത ചോദ്യം നോക്കൂ. മുകളിൽ നൽകിയ ചിത്രത്തിലെ വസ്തുക്കൾ, ദൃശ്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി കടങ്കഥകൾ നിർമ്മിക്കൂ. കൂട്ടുകാരുമായി പങ്കിടൂ. അവയുടെ ഉത്തരം കൂട്ടുകാർക്ക് കണ്ടെത്താനാവുന്നുണ്ടോ? മക്കളെ, ഈ ചിത്രത്തിലെ വസ്തുക്കൾ, ദൃശ്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി, അതായത് വാഹനങ്ങൾ, പറവ, പുഴ, പശു, കെട്ടിടങ്ങൾ, മരങ്ങൾ, ക്ലോക്ക് എന്നിവയൊക്കെ അടിസ്ഥാനമാക്കി കടങ്കഥകൾ നിർമ്മിക്കുക. എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കിടുക. ഉദാഹരണത്തിന് ഓട്ടോറിക്ഷ യുമായി ബന്ധപ്പെട്ട കടങ്കഥ എന്താ? മൂളും വണ്ടി മുച്ചക്ര വണ്ടി. അടുത്ത് തെങ്ങുമായി ബന്ധപ്പെട്ട കടങ്കഥ എന്താ? കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു. അടുത്ത് തീവണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കടങ്കഥ നിർമ്മിക്കാം. മണിയടിച്ചാൽ മലമ്പാമ്പോടും. ഇതുപോലെ ബാക്കി വരുന്ന വസ്തുക്കളുമായി ബന്ധപ്പെട്ടും കടങ്കഥ നിർമ്മിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. കടങ്കഥകൾക്ക് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടാവണം? ക്ലാസ്സിൽ ചർച്ച ചെയ്തു കണ്ടെത്തി എഴുതൂ. ഉത്തരം നോക്കാം. ചെറിയ ചോദ്യങ്ങളായിരിക്കണം, താളമുണ്ടായിരിക്കണം, സൂചനകൾ വച്ച് ആലോചിച്ചാൽ ഉത്തരം കിട്ടണം, ഉത്തരം ഒളിപ്പിച്ച് വെച്ച് പറയുന്ന ചോദ്യങ്ങളായിരിക്കണം, പിന്നെ ആഴത്തിലുള്ള അർത്ഥം ഉണ്ടായിരിക്കണം. ഇതോടുകൂടി ഇതിലെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു. 3ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെ ക്ലാസ്സുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ
നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ കാണുക. വീണ്ടും അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണാം. നന്ദി.